പോലീസാണ് അത് എന്നോട് പറഞ്ഞത്. നിങ്ങളുടെ SIR എന്ന പേര് വെട്ടിയത് കാരണം അത് വോട്ടർ പട്ടികയിൽ തിരിച്ച് റിസ്റ്റോർ ചെയ്യും വരെ പോലീസ് ക്ലിയറൻസ് തരാൻ പറ്റില്ല. അത് പറഞ്ഞ സ്റ്റൈലും ഇങ്ങനെ ഹോബേന എന്ന് പറഞ്ഞാൽ ബംഗാളിൽ ഹോബേന എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാൻ വിചാരിച്ചാൽ പോലും അത് മാറ്റുക. അങ്ങനെ ഒരു ഫൈനാലിറ്റി ഉള്ള ഒരു വാക്കാണ് അത്. നടക്കില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്തു തരത്തില്ല എന്നുള്ള ഇതിൽ ഈ കത്ത് ഇപ്പം ഞാൻ കത്ത് എഴുതി ഒരു ഒട്ടും റിയാക്ട് ചെയ്യാത്ത ഈ രണ്ടുപേരും സീനിയർ ജേർണലിസ്റ്റ് ആണ് അവർ റെസിപ്റ്റ് ചെയ്യുന്നത്. അവർ വളരെ നന്നായിട്ട് റിയാക്ട് ചെയ്തു. അവർ അല്ലാത്ത സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റേഴ്സ് ആയിരുന്നെങ്കിൽ മിക്കവാറും വലിച്ചു കയറി കളഞ്ഞ അതിനകത്ത്. അവർ പറയാം ഞങ്ങൾ പ്രിന്റിംഗ് തുടങ്ങി എന്നല്ല പറഞ്ഞ അതിന്റെ നടപടികൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ മഷിക്ക് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാലും നടപടികൾ തുടങ്ങിയതാണല്ലോ. നമസ്കാരം. ഐഡം റിസാല അപ്ഡേറ്റ് ഇന്ററാക്ഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മോടൊത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ടെലിഗ്രാഫിന്റെ മുൻ പത്രാധിപരുമായ ആർ രാജഗോപാലാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പശ്ചിമ ബംഗാളിലെ SIR, അതേ തുടർന്ന് പാസ്പോർട്ട് അധികൃതർ അദ്ദേഹത്തോട് സ്വീകരിച്ച ചില സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സാർവദേശീയ മാധ്യമ രംഗത്ത് അദ്ദേഹത്തിന്റെ അനുഭവം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. SIRന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വോട്ട് നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് വോട്ടില്ലാത്തതിനാൽ പാസ്പോർട്ട് പുതുക്കാൻ പറ്റില്ല എന്ന ഒരു സമീപനം പാസ്പോർട്ട് അധികൃതർ സ്വീകരിക്കുകയും ആ കാര്യങ്ങൾ അദ്ദേഹം എഡിറ്റേഴ്സ് ഗിൽഡുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹം അത് അറിയിക്കുകയും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു വാർത്തയായി മാറുകയും കേരള മുഖ്യമന്ത്രി VD സതീശൻ, കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ, മഹുവ മൈത്ര തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകാനുള്ള പ്രക്രിയ ആരംഭിച്ചതായിട്ട് അദ്ദേഹത്തിന് ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടി. അപ്പൊ രാജഗോപാൽ, ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ താങ്കളുമായി വീണ്ടും ഐഡം റിസാല അപ്ഡേറ്റിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്? എന്താണ് നടന്നതെന്നാൽ ഈ വോട്ടർ പട്ടിക പേര് വെട്ടൊരു ആദ്യത്തെ ഷോക്ക് വന്നത്, അത് ആദ്യത്തെ റൗണ്ടില് എന്റെ പേരോ എന്റെ അച്ഛന്റെ പേരോ കാണാത്തോണ്ടാണെന്ന് അനുമാനിക്കുന്നത്. ഒന്നും ഔദ്യോഗികമായിട്ട് അറിയിച്ചില്ല. അത് തന്നെ ആയിരിക്കും കാര്യം മാപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ രണ്ടാമത്തെ റൗണ്ടില് അണ്ടർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 11 രേഖകളിൽ ഒരു രേഖ, അതായത് എന്റെ SSLC മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ SSLC ബുക്ക് എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന അതാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. പക്ഷെ അത് പാസ്പോർട്ട് ഞാൻ പുതുതായിട്ട് 2005 ഇതേ അഡ്രസ്സിൽ 2005 ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന കൽക്കട്ടയിലെ ഫ്ലാറ്റിലെ ഇതേ അഡ്രസ്സിൽ ആണ് 2005 എടുത്തത്. ഇതേ അഡ്രസ്സിൽ തന്നെയാണ് പോലീസ് വെരിഫിക്കേഷൻ നടത്തിയത്, ക്ലിയർ ചെയ്യുകയും പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് ആ പാസ്പോർട്ട് എക്സ്പയർ ചെയ്തപ്പോൾ 2015 ഇതേ അഡ്രസ്സിൽ നിന്ന് വീണ്ടും അപേക്ഷ നൽകുകയും ഇവിടെ തന്നെ പോലീസ് വെരിഫിക്കേഷൻ നൽകുകയും അന്നും അപ്രൂവ് ചെയ്തു. എന്നാൽ ഇത്തവണ വീണ്ടും ഇതേ അഡ്രസ്സിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ തവണ കൊടുത്തപ്പോൾ പാസ്പോർട്ട് പോലീസാണ് അത് എന്നോട് പറഞ്ഞത്. നിങ്ങളുടെ SIR എന്ന പേര് വെട്ടിയത് കാരണം അത് വോട്ടർ പട്ടികയിൽ തിരിച്ച് റിസ്റ്റോർ ചെയ്യും വരെ പോലീസ് ക്ലിയറൻസ് തരാൻ പറ്റില്ല. അത് പറഞ്ഞ സ്റ്റൈലും ഇങ്ങനെ ഹോബേന എന്ന് പറഞ്ഞാൽ ബംഗാളിൽ ഹോബേന എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാൻ വിചാരിച്ചാൽ പോലും അത് മാറ്റുക. അങ്ങനെ ഒരു ഫൈനാലിറ്റി ഉള്ള ഒരു വാക്കാണ് അത്. നടക്കില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്തു തരത്തില്ല എന്നുള്ള ഇതിൽ എന്ന് പറഞ്ഞു. അത് SLC ബുക്ക് എനിക്ക് തോന്നുന്നു എന്റെ പേര് വെട്ടാൻ കാര്യം SLC ബുക്കിനകത്ത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തോ ഉണ്ടോന്നോ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇന്ത്യൻ സ്ഥലനാമങ്ങളും ഇന്ത്യൻ വ്യക്തികളുടെ പേരുകളും ഇംഗ്ലീഷിൽ നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഇല്ല. പല രീതിയിൽ ഇപ്പൊ കൃഷ്ണ എന്നുള്ള ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും പ്രചാരമുള്ള ഒരു പേര് തന്നെ പല രീതിയിൽ നമുക്ക് സ്പെല്ല് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഏതോ ഒന്നുകിൽ എന്റെ പേര് അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ പേര് അല്ലെങ്കിൽ എന്റെ അഡ്രസ്സ് അവിടെ എവിടെയോ ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അതും ഔദ്യോഗികം എന്നെ അറിയിച്ചിട്ടില്ല, അതാണ് ഞാൻ അനുമാനിക്കുന്നത്. അപ്പൊ അത് ഞാൻ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പീൽ പെൻഡിങ് ആണ്. അപ്പീലിന്റെ പ്രശ്നം ഞാൻ കൊടുത്ത പോലെ 27 ലക്ഷം പേര് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ അപ്പീല് 19 ട്രൈബ്യൂണൽസാണ് അത് നോക്കുന്നത്. അപ്പം എത്രമാത്രം സമയം എടുക്കും നമുക്ക് അറിയാം, അനുമാനിക്കാവുന്നേ ഉള്ളൂ. അപ്പം അതൊരു ലോട്ടറി ടിക്കറ്റ് പോലെയാണ്. ചിലപ്പോൾ നാളെ അവര് ഹിയറിങ്ങിന് വിളിച്ചേക്കാം, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞായിരിക്കും, നമുക്കറിയില്ല. അതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ആ സമയത്താണ് പോലീസ് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങളുടെ പേര് തിരിച്ച് ചേർക്കും വരെ ഞങ്ങൾ ക്ലിയർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അനിശ്ചിതമായിട്ട് ക്ലിയർ ചെയ്യില്ല എന്നുള്ളത്. ഇതെന്നോട് അറിയിച്ചത് May 20 തീയതിയാണ്.
വാക്കാൽ വെർബൽ അറിയിച്ചു. അവര് ഒരു ചിറ്റിൽ എഴുതി തരികയും ചെയ്തു. പക്ഷെ അതിൽ ഒപ്പോ പേരോ അങ്ങനെയൊന്നുമില്ല. വെറും ബോൾ പോയിന്റ് പെന്നുകൊണ്ട് എഴുതി തരികയായിരുന്നു. ഡിലീറ്റഡ് ഇൻ എക്സ്ക്ലൂഡഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി തരികയായിരുന്നു. എന്നിട്ട് അത് മെയ് 20-ന്. അപ്പോൾ ജൂൺ 17, ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞ് എനിക്ക് ഒഫീഷ്യലായിട്ട് ബൈ ഇൻ റൈറ്റിംഗ് അവരറിയിച്ചു. പാസ്പോർട്ട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ഇമെയിൽ അയക്കുകയും രജിസ്റ്റേർഡ് പോസ്റ്റിൽ ഇൻ റൈറ്റിംഗ് അവർ പറഞ്ഞു, അഡ്വേഴ്സ് റിപ്പോർട്ട് നിങ്ങൾക്കെതിരെ പോലീസ് അയച്ചിട്ടുണ്ട്. അതിന് കാരണം SIR പേര് മാറ്റിയ ഡിലീഷൻ, വോട്ടർ ഡിലീഷൻ ഫ്രം SIR എന്ന് അതിനകത്ത് എഴുതിയിട്ട് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു കാരണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെയാണ് ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ അതിനുശേഷം ഞാൻ ഇതിനിടയ്ക്ക് തന്നെ കൽക്കട്ട പോലീസ് കമ്മീഷണർക്ക് ഒരു നിവേദനം കൊടുത്തു. അത് അദ്ദേഹത്തിന് ലഭിച്ചോ തന്നെ അറിയില്ല. ഇമെയിൽ അവിടുത്തെ ഉള്ള ഇമെയിൽ അഡ്രസ്സിൽ ഞാൻ അയച്ചു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു പരാതി അയച്ചു. അവരത് അക്നോളജ് ചെയ്തു. പക്ഷെ ആ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പിന്നെ പാസ്പോർട്ട് ഗ്രീവാൻസ് സെല്ലിനും അയച്ചു. പക്ഷെ അവര് പറഞ്ഞ അത് പാസ്പോർട്ട് ഗ്രീവാൻസ് സെല്ലിന്റെ മറുപടി അത് അവരുടെ ഒരു ഒഫീഷ്യൽ മറുപടി ആയിരുന്നു. അതായത് പോലീസിന്റെ അടുത്ത് ഫയൽ പെൻഡിങ് ആണ്, അവര് ക്ലിയർ ചെയ്താൽ മാത്രമേ എന്നുള്ളൊരു രീതിയിലുണ്ട്. അപ്പൊ അങ്ങനെ ജൂൺ 17 സംഭവിക്കുന്നു. അപ്പം ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ അവാർഡ് കമ്മിറ്റി തന്നെ വീണ്ടും ഈ വർഷവും, കഴിഞ്ഞ വർഷം ഞാൻ ജൂറി അംഗമായിരുന്നു, ഈ വർഷവും ജൂറി അംഗമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ഈ കത്ത് എഴുതിയ ഡീറ്റെയിൽ. കാര്യം നമുക്ക് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ, വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിന്റെ പേപ്പർ വർക്കായിട്ട് എൻ്റെ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഇതിന്റെ പിന്നിലാണ്, ഇനിയും എത്ര കാലം ഇതിന്റെ പിന്നിലായിരിക്കും അറിയാൻ പറ്റില്ല. അതൊരു കാര്യം. രണ്ടാമത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുഖ്യധാര മാധ്യമങ്ങളുടെ SIR കവറേജ്, എൻ്റെ ഈ പ്രശ്നമല്ല, SIR കവറേജിനെ കുറിച്ച് വളരെ നിരാശയാണ് എനിക്ക്. അപ്പം അങ്ങനെ ബയസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരു ജഡ്ജിങ് കമ്മിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒരു അവാർഡിന് ഞാൻ തിരഞ്ഞെടുക്കില്ല. അത് ശരിക്കും ന്യായമല്ല. കാര്യം മുഖ്യധാര മാധ്യമങ്ങളിൽ നല്ല പത്രപ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെന്തിനും ഒരു പ്രൈസ് പേ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ജൂറിയിൽ നിന്ന് മാറിയത്. ആ കത്തിലെ ഈ പ്രസക്ത ഭാഗങ്ങൾ എൻ്റെ അനുമതിയോടെ തന്നെയാണ് അവരെന്നോട് ചോദിച്ചു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യോട്ടോ. അങ്ങനെ ഷെയർ ചെയ്താണ് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരുന്നത്. പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അതിനുശേഷം ഉണ്ടായതാണ്. രാജഗോപാൽ, അവസാനം പറഞ്ഞെടുത്ത് തുടങ്ങാം നമുക്ക്. അതായത് ഇപ്പോ ഈ SIR കവറേജിനെ പറ്റിയിട്ട് മുഖ്യധാര മാധ്യമങ്ങളുടെ SIR കവറേജ് വളരെ നിരാശാജനകമായിരുന്നു. അതുകൊണ്ട് താങ്കൾ പ്രെജുഡിസ്ഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് താങ്കൾ പറയുകയും അതുകൊണ്ടാണ് ഈ ജൂറിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പം പക്ഷേ ഈ SIR സംഭവത്തിന്റെ കവറേജിന്റെ ഒരു നേരിട്ടുള്ള ഒരു അനുഭവം, അത് നേരിട്ട് ബാധിച്ചിട്ടുള്ള ഈ SIR-ലെ ഉണ്ടായിട്ടുള്ള ഈ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് നേരിട്ട് ബാധിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ. അപ്പോൾ താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഒരു എഡിറ്റർ ഒക്കെ ആയിരുന്നു. അപ്പോൾ താങ്കളുടെ പ്രശ്നം തന്നെ അറിഞ്ഞിട്ടുള്ള ഒരുപാട് സീനിയർ ജേർണലിസ്റ്റ് ഉണ്ട് എന്നാണ് താങ്കളുമായിട്ട് സംഭാഷണത്തിൽ ഞാൻ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയത്. പക്ഷെ എന്നിട്ടും അത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ വാർത്ത ഒന്ന് പുറത്തു വന്നതിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള വലിയ പത്രങ്ങളും വലിയ ടെലിവിഷൻ ചാനലുകളും അതുപോലെ തന്നെ പോർട്ടലുകളും എല്ലാം താങ്കളുടെ ഈ കാര്യം ശ്രദ്ധിക്കുന്നു. അപ്പൊ എന്താണ് അതിന് അത്തരമൊരു വിഷയത്തിൽ സംഭവിക്കുന്നത് എന്ന് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നതിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്റെ സംഭാഷണം താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ പല പത്രപ്രവർത്തകരുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ചിലരോട് ഞാനിത് എന്റെ പേഴ്സണൽ പ്രശ്നമാണെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് പോലീസ് ഇങ്ങനെ SIR ഡേറ്റ ഉപയോഗിച്ചിട്ട് പാസ്പോർട്ട് റിന്യൂവലുമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് SIR ഡാറ്റ ഒരു ഇതിന് വോട്ടിംഗ് ലിസ്റ്റിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതും സുപ്രീം കോടതി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. എന്തെങ്കിലും സിറ്റിസൺഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ തോന്നുകയാണെങ്കിൽ ആ പേരുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ച് അവരാണ് തീരുമാനം എടുക്കുന്നത്. പക്ഷെ ഒരു സിറ്റി പോലീസ് ഫോഴ്സ് തന്നെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ എന്നോട് പോലീസ് ഇങ്ങനെ നടക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ പലതവണ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ഓർഡറോ ഗവൺമെന്റ് ലേഖയോ അല്ലെങ്കിൽ ഏത് നിയമത്തിന്റെ ഓൺ വാട്ട് ബേസിസ് ആർ ടെല്ലിംഗ് മീ ദാറ്റ് യു ആർ ലിങ്കിങ് ടു SIR എന്ന് ചോദിച്ചപ്പോൾ അത് സ്റ്റോൺ വാളിംഗ് ആയിരുന്നു. അത് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല, ഇതാണ് ഇവിടുത്തെ നിയമം. അപ്പൊ ഇത് ഞാൻ വ്യക്തമായിട്ട് പല അറ്റ്ലീസ്റ്റ് ഒരു എഡിറ്റർ എടുത്ത് ഞാനതിനെ പറ്റി ഇത് സത്യമാണോ എന്ന് പറഞ്ഞ് ഞാൻ ഒരു മെസ്സേജ് പോലും അയച്ചു. മറ്റു പലർക്കും ഈ കാര്യങ്ങളെ കുറിച്ച് അറിയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, തെറ്റാണോ എന്ന് എനിക്കറിയില്ല, അവരുടെ റിയാക്ഷൻ എനിക്ക് മനസ്സിലായത് ഇവരിൽ ഒരു 90% പേർക്കും ഈ SIR എന്താണെന്നുള്ള ഒരു ബേസിക് കാര്യം തന്നെ അറിയില്ല എന്നുള്ള കാര്യമാണ്. അതായത് ഇന്ത്യയില്
ഇത്രയും ജനങ്ങളെ ഡിമോണിറ്റൈസേഷന് ശേഷം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ജനങ്ങളെ അഫക്ട് ചെയ്തതും ഇനിയും ചെയ്യാൻ പോകുന്നതും ഇപ്പൊ കർണാടകയിൽ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിലും ഇന്ത്യ മുഴുവൻ നടക്കും അത്. അപ്പൊ ഇങ്ങനെ ഒരു ആളുകളെ ഓരോ എല്ലാ മനുഷ്യരെയും, അതായത് വോട്ടിംഗ് ഏജ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരെയും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഉള്ളൊരു ബേസിക് ഇൻഫർമേഷൻ പോലും ഒരു പല പത്രങ്ങളെയും എഡിറ്റർമാർക്ക്, കാര്യം അവരുടെ ഫസ്റ്റ് റിയാക്ഷൻ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ചയായിട്ട് അവർ ഒന്നും ആരും അവർ ചെക്ക് ചെയ്തത് എനിക്ക് അറിയില്ല എന്ന്. മാത്രമല്ല ചില 1-2 പേര് പിറ്റേ ദിവസം എന്നെ ക്ലാരിഫിക്കേഷന് വിളിക്കുക, അവർ എന്ത് ചോദിക്കണം എന്നറിയാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ തലേ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അവർ വീണ്ടും ഒന്നും കൂടെ ഒന്ന് പറയാമോ, ആകെ ഇത് വളരെ കൺഫ്യൂസിങ് ആണ്. ഇതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. സാധാരണ ആളുകളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ഊഹാപോഹം ഈ പറയുന്ന എഡിറ്റേഴ്സും മറ്റുള്ളവരും ഒന്നും ഇതുകൊണ്ട് അഫക്റ്റഡ് അല്ല. അവർ ഒന്നുകിൽ അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ വോട്ടും കാർഡ് ഇല്ലെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരുടെ കോണ്ടാക്ട്സ് കൊണ്ട് ജീവിച്ചു പോകാന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടായി കാണില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അവര് ബോധഡ് അല്ലാത്തതുകൊണ്ടാണ് അവര് വളരെ ലാഘവത്തോടെ ഈ കാര്യങ്ങൾ. എന്ന് മാത്രമല്ല ഇത് കഴിഞ്ഞ ഈ പ്രശ്നം ഇപ്പൊ ഇന്ന് ചർച്ചയായപ്പോ ചിലര് ശരിക്കും അവർ ശരിക്കും വെൽ മീനിങ് ആളുകൾ തന്നെയാണ്. അവരെന്നെ വിളിച്ചു ഇത് പ്രശ്നം ഇത്ര ഗുരുതരമാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഫെബ്രുവരി തൊട്ട് ഞാൻ കൽക്കട്ടയിൽ ഇരിക്കുകയാണ്, ഞാൻ നിങ്ങൾ നിരന്തരം പറയുന്നത് എന്നെ SIR എന്ന് പേര് വെട്ടി എനിക്കൊരു പാസ്പോർട്ട്, ഇതിൽ കൂടുതൽ എന്താണ് ഗുരുതരമല്ല എന്ന്. അത് ഇത്ര നിങ്ങൾ ഇങ്ങനെ പാസ്പോർട്ടിനെ കുറിച്ചൊക്കെ എന്തൊക്കെ രേഖകളൊക്കെ കൊടുക്കാനുണ്ടോ ഞങ്ങൾ വിചാരിച്ചു അപൂർണമായ രേഖ കൊടുത്തായിരിക്കും. അപ്പൊ ഓരോരുത്തരും അനുമാനിക്കുകയാണ് കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും മുഖ്യധാര മാധ്യമത്തെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി എന്നുള്ളതിന്റെ അർത്ഥം. ഇപ്പോ എന്റെ അസംഷൻ അല്ല, ഐ റിയലി തിങ്ക് ദാറ്റ് ഐ വാസ് നോട്ട് മീ, ഇവര് ദേ ഡോണ്ട് ഡിസേർവ് മൈ അറ്റൻഷൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്ര അഹങ്കാരത്തോടുകൂടി തന്നെ പറയാണ്. അതേസമയം ഞാൻ ആ നോട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട്, ഇത് വളരെ നല്ല ജേർണലിസം ഓൾട്ടർനേറ്റീവ് മീഡിയ ഓൺലൈൻ സ്പേസ് നടക്കുന്നുണ്ട്, ഇപ്പം എക്സലന്റ് ജേർണലിസം നടക്കുന്നുണ്ട്. അവരെ നിങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ ജഡ്ജ് ചെയ്യുന്ന അവരോടുള്ള ഇൻസൾട്ടാണ്. ഈ നല്ല ജേർണലിസം ചെയ്യുന്നവരെ ഈ മെയിൻ സ്ട്രീം മീഡിയയുടെ കൂടെ ചില പൈങ്കിളി ടൈപ്പ് ജേർണലിസവും അതും കൂടെ ചെയ്യുന്നത് അതൊരു അപരാധം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ മെയിൻ സ്ട്രീം മീഡിയയിൽ നല്ല ജേർണലിസം ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ അല്ല, നേരത്തെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ്ഡ് ആണ്. അതൊരു അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. അല്ല, ഇപ്പൊ ഈ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വിവാദങ്ങൾ വന്നിട്ട് പാസ്പോർട്ട് നമ്മുടെ പൗരത്വത്തെ നിർണ്ണയിക്കുന്ന ഒരു സാധനമല്ല എന്നുള്ളൊരു ഒരു പുതിയ സമീപനം കൂടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോ ഇപ്പോ താങ്കളെ പോലെ ഇതുപോലെ SIRൽ വിവാദമായി അല്ലെങ്കിൽ SIRൽ ഡിസ്പ്യൂട്ട് വന്നതിന് ശേഷം വോട്ടിംഗ് നഷ്ടപ്പെട്ടിട്ട് അത് കാരണം പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ട മറ്റ് അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ഈ പുതിയ പാസ്പോർട്ടിന്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ടിന്റെ ഈ വിവാദത്തെ കൂടെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതാണ് ഞാൻ പല പത്രക്കാരോടും ചോദിച്ചത്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാര്യം ഞാൻ ഈ ഐസൊലേറ്റഡ് ആയിട്ട് കൽക്കട്ട ഒരു ഫ്ലാറ്റിൽ ഒതുങ്ങി കൂടി ഇരിക്കുന്ന ആളാണ്. അപ്പൊ എന്നോട് ഞാൻ അപ്പൊ ഞാൻ നിയമജ്ഞരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പത്രക്കാരോട് മാത്രമല്ല. അവരുടെ റെസ്പോൺസ് അവർ കഴിയുന്നത്ര ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അവരോട് അന്വേഷിച്ചിട്ട് അവരെല്ലാം മിക്കവാറും ഞാൻ ചോദിച്ച അഡ്വക്കേറ്റ്സ് എല്ലാം കേരളത്തിലുള്ളവർ പോലും അവരെല്ലാം തിരിച്ച് 3-4 ദിവസം കഴിഞ്ഞ് മെസ്സേജ് ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിച്ചിട്ട് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഓർഡർ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നില്ല അർത്ഥം. ചിലപ്പോൾ ഒരു കോൺഫിഡൻഷ്യൽ മെമ്മോ എല്ലാം ഉണ്ടാകാം, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള. പിന്നെ കൽക്കട്ടയിലെ ഒരു അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത് അവരുടെ അറിവിൽ അറ്റ്ലീസ്റ്റ് 3 പേരും അവർ ഇതേ കാര്യം സമീപിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം എന്നെക്കാട്ടി ഭയാനകമാണ്. അതായത് ആ പാസ്പോർട്ട് അപേക്ഷകനായ വ്യക്തിയുടെ പേര് SIRലുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ വനിതയാണോ പുരുഷനാണോ എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരില്ല എന്ന കാരണത്താൽ പിടിച്ചു വച്ചിരിക്കുന്നു കേട്ടു. ഇത് വളരെ ബിസാറാണ്. കാര്യം എന്റെ പേരില്ല എന്ന് പറഞ്ഞാണ് പിടിച്ചു വച്ചിരിക്കുന്നത് പറയാം. ഇത് ഒരു പ്രായപൂർത്തിയായ ഒരാളുടെ പാസ്പോർട്ട്, അയാളുടെ പേര് ഇവര് പറയുന്ന യാർഡ് സ്റ്റിക്ക് ഈസ് മീറ്റിംഗ്, അത് ഇവര് പറയുന്ന ക്വസ്റ്റ്യനബിൾ യാർഡ് സ്റ്റിക്ക് ആണെങ്കിലും ആ അദ്ദേഹത്തിന്റെ പേര് SIR ലിസ്റ്റിനകത്തുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരില്ല എന്ന പേരിൽ തടഞ്ഞു വയ്ക്കുന്നു കേട്ടു. സത്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു ലോയർ എന്നോട് പറഞ്ഞാണ്, അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ എത്രമാത്രം വൈഡ് സ്പ്രെഡ് ആണെന്ന് അറിയില്ല. പക്ഷെ ഒരു പ്രശ്നം വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ 27 ലക്ഷം പേര്, ചിലര് 32 ലക്ഷം എന്ന് പറയുന്നുണ്ട്, 27 ലക്ഷം ആളുകൾ കൺഫേംഡ് ആയിട്ട് അപ്പീലിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ
ഇതിനെതിരെ നമ്മുടെ SIR പേര് അതെ അതെ വെക്കുന്നതിന് അപ്പീൽ പോയിട്ടുണ്ട്. SIR-ലെ പോയിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് ഇനി അടുത്ത 9 വർഷമോ 10 വർഷത്തിനകം ഇവരുടെ എല്ലാം ഇവരിൽ പാസ്പോർട്ട് ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ് ഈ കാലത്ത് അല്ലെ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പാസ്പോർട്ട് ഇനി എക്സ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ക്ലിയർ പോളിസി സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ അവരെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാം. പ്രത്യേകിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ റൂറൽ ഏരിയയിലോ അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിലോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ ഇങ്ങനെയാണ് നിയമം എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ സാധാരണ ആൾ എന്ത് ചെയ്യും? ഞാൻ തന്നെ 100 ദിവസം എനിക്ക് അറിയില്ലായിരുന്നു. ഈ കത്ത് ഇപ്പം ഞാൻ കത്ത് എഴുതി ഒരു ഒട്ടും റിയാക്ട് ചെയ്യാത്ത ഈ രണ്ടുപേരും സീനിയർ ജേർണലിസ്റ്റ് ആണ് അവർ റെസിപ്പിയൻസ്. അവർ വളരെ നന്നായിട്ട് റിയാക്ട് ചെയ്തു. അവർ അല്ലാതെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റേഴ്സ് ആയിരുന്നെങ്കിൽ മിക്കവാറും വലിച്ചു കയറി കളഞ്ഞ ആ കത്ത്. നീ ജൂറി ആവണ്ട, ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഇത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോകും. അത് ഞാനും ഇങ്ങനെ എന്നും ഓരോരോ ഓഫീസിൽ പോവുക, കുത്തിയിരിക്കുക, തിരിച്ചു വരിക. അത് ഇതേ ഉള്ളൂ. ഒരു പൗരന്റെ നിസ്സഹായാവസ്ഥ പൂർണ്ണമായ രീതിയിൽ. അത് ഞാൻ പറഞ്ഞപ്പോഴും എന്നെ ഒരു സീനിയർ ജേർണലിസ്റ്റ് വാലിഡ് ക്രിറ്റിസിസമാണ്. അദ്ദേഹം പറഞ്ഞത്, നീ ഇപ്പോഴേ മനസ്സിലാക്കുന്നുള്ളൂ, നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട റിജക്ഷൻ അവരുടെ 24 hours 365 days അവർ ഫേസ് ചെയ്യുന്നതാണ്. നീ ഇത്ര പ്രിവിലേജ് ആയതുകൊണ്ട് ഇത്രയുള്ള അറിഞ്ഞില്ല. ഇപ്പോ പ്രിവിലേജ് ഓരോന്നായിട്ട് ലൂസ് ചെയ്യുമ്പോൾ നീ അറിയുന്നു. അതുകൊണ്ട് അത് ഞാനിങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതും വാലിഡ് ആണ്. പക്ഷെ നമ്മള് ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ ഒരു വിഷയമായിട്ട് എനിക്ക് എടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇതിനു വേണ്ടി ഒരു പോളിസി ക്ലാരിറ്റി വരുത്തുക എന്നുള്ള ഇനിയും ഇതുപോലെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് സഹായമായെങ്കിൽ അത്രയും നല്ലത്. അല്ല, പക്ഷെ ഇത് പോളിസി ക്ലാരിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു സൂചനയൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ആ കൂടെ കിട്ടുന്നത് താങ്കളുടെ ഈ അതെ, ഒട്ടും കിട്ടുന്നില്ല കാര്യം. 4 ദിവസമായിട്ട് ഇത് ചർച്ച നടക്കുകയാണ്. അപ്പം MEAക്ക് വളരെ ഈസി ആയിട്ട് തിങ്കളാഴ്ച രാവിലെ എന്റെ കാര്യമൊന്നും പരാമർശിക്കേണ്ട ആവശ്യമല്ല, ഒരു 2 വരി ഇങ്ങനെ SIR ഇതുമായിട്ട് ബന്ധമില്ല അല്ലെങ്കിൽ ബന്ധമുണ്ട്, ഇതേതെങ്കിലും ഉള്ളൂ, ഇതിനിടയ്ക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വിടാം. അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് അങ്ങനെ പറയാം, ഇങ്ങനെ ഒരു ഇതില്ല SIR ആയിട്ട്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിന് ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള ആ ലീവേ അങ്ങനെ വച്ചിരിക്കുകയല്ലേ. അതല്ലേ ഇപ്പൊ എന്റെ കാര്യം തന്നെ. ഇപ്പൊ ഇന്നലെ ഒരു പത്രത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കോട്ട് ചെയ്തിരിക്കുന്ന എന്റെ അഡ്രസ്സിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ ഇതേ അഡ്രസ്സിൽ നിന്നാണ് എനിക്ക് 2005 പാസ്പോർട്ട് ആദ്യം ഇഷ്യൂ ചെയ്തത്. ഇതേ അഡ്രസ്സിൽ നിന്ന് 2015 പുതുക്കി. ഇപ്പൊ പെട്ടെന്ന് എന്താണ് ഇഷ്യൂ എന്നറിയില്ല. ഈ അഡ്രസ്സിൽ എന്തോ കുഴപ്പം, അതായിരുന്നു കാര്യം. പക്ഷെ അവർ റൈറ്റിംഗിൽ തന്നിട്ടുണ്ട് SIR എന്നും പറഞ്ഞു. റൈറ്റിംഗില് SIR ഒരേ ഒരു റീസണേ പറഞ്ഞിട്ടുള്ളൂ, SIR ഡിലീഷൻ ആണെന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഈ മൂവിങ് ഗോൾ പോസ്റ്റ് ഇതൊരു ഡെലിബറേറ്റ് പോളിസി കൺഫ്യൂഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡെലിബറേറ്റ് പോളിസി കൺഫ്യൂഷനോടൊപ്പം തന്നെ രാജഗോപാലിന്റെ ഈ വാർത്ത നമ്മൾ കൊടുത്ത ശേഷം കൊടുത്തിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു പ്രതികരണം ഈ അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റാതായത് ഡൽഹിയിലെ അമേരിക്കൻ എംബസി അദ്ദേഹത്തിന് വിസ നിഷേധിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് 10 വർഷത്തെ വാലിഡ് ആയിട്ടുള്ള വിസ ഉണ്ട് എന്നുള്ള ആ വസ്തുത പോലും പൂർണ്ണമായിട്ട് വിസ്മരിച്ചുകൊണ്ട് ഡൽഹിയിലെ അമേരിക്കൻ എംബസി താങ്കൾക്ക് വിസ നിഷേധിച്ചുകൊണ്ടാണ് പോകാൻ പറ്റാതായത്. പിന്നെ SIR-ൽ നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ഈ അന്വേഷണത്തിന് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നിങ്ങൾ സഹകരിച്ചില്ല എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സംഘപരിവാർ ഹാൻഡിലുകളിൽ നടന്നു വരുന്നു. അത് എത്രമാത്രം ശ്രദ്ധയപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള പോളിസി ഡെലിബറേറ്റ് ആയിട്ടുള്ള പോളിസി കൺഫ്യൂഷനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിനും കൂടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതെ, അത് തീർച്ചയാണ്. വേറെ ഞാൻ ഈ സാധാരണ സോഷ്യൽ ഫീഡ്ബാക്ക് വായിക്കാൻ പാടില്ല എന്ന് നിർബന്ധിക്കാര്. പക്ഷെ എന്റെ കുടുംബാംഗങ്ങൾ അങ്ങനെയല്ല. അവർ ചിലർ വായിച്ചു പറഞ്ഞു. ചിലർ പറഞ്ഞു അത് എന്നെ നേരത്തെ ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിൽ നിന്ന് അത് കാശ് മോട്ടിച്ചോണ്ടാണ് പിരിച്ചുവിട്ടത്, അങ്ങനെ പോലും പറയുന്നവരുണ്ട്. അപ്പൊ ഈ വിസയുടെ കാര്യം അത് US എംബസിക്ക് വേണമെങ്കിൽ അവർക്ക് അതിന് ക്ലാരിറ്റി വരുത്താം. എന്റെ കയ്യിൽ വിസയുണ്ട്, എന്നെ അറിയിച്ചിട്ടില്ല ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇവർക്ക് വേറെ ഇൻഫർമേഷൻ ഉണ്ടെന്ന് അറിയില്ല. 2, ഏതെങ്കിലും ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ എന്തെങ്കിലും സഹകരിച്ചില്ല, ആ ഉദ്യോഗസ്ഥർ വന്ന് പറയാമല്ലോ. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ BLO എന്ന് പറയുന്ന അദ്ദേഹം 2 തവണ നിരന്തരമായി എന്നെ ഫോൺ ചെയ്യുകയും 2 വളരെ കോപ്പറേഷൻ ആയിരുന്നു. അതേ 2 തവണ എന്റെ വീട്ടിൽ ഈ തിരക്കിന്റെ ഇടയിലും ഇവിടുത്തെ ഈ സമ്മറിലായിരുന്നല്ലോ, അതേ 2 തവണ പടി കയറി വീട്ടിൽ വന്ന് കാണുകയും ഞാൻ അദ്ദേഹത്തോട് വളരെ കടപ്പെട്ടിരിക്കും. അദ്ദേഹം കഴിഞ്ഞിട്ട് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം തന്നെ നിസ്സഹായത പറഞ്ഞു. ഞാൻ ഇങ്ങനെ അദ്ദേഹം എന്നെ പോലെ ഷോക്ക്ഡ് തന്നെ ആയിരുന്നു. കാര്യം അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്റെ പേര് ഇങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതൊക്കെ വെറുതെ അല്ല നമുക്കെന്തോ പറയാൻ പറ്റുന്നേ. എന്തായാലും പാസ്പോർട്ട് ഇപ്പോൾ തിരിച്ചു കിട്ടും, കുറച്ച് ദിവസങ്ങൾക്കകം കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു സൂചന. താങ്കൾ ട്രാക്ക് ചെയ്തപ്പോൾ തന്നെ പ്രിന്റിങ്ങിന് പാസ്പോർട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനത്തെ സ്റ്റേജ് ആണെന്നാണ് അർത്ഥം. പാസ്പോർട്ട് പ്രിന്റിങ്ങിന് പോയിരിക്കുന്നല്ല, പ്രിന്റിങ്ങിന് പോകാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് തന്നെയാണ്.
പിന്നെ പക്ഷെ ഇവരുടെയൊക്കെ ഭാഷ ഒക്കെ ഏത് രീതിയിൽ അവർക്ക് അപ്പൊ അവര് പറയാം ഞങ്ങൾ പ്രിന്റിംഗ് തുടങ്ങി എന്നല്ല പറഞ്ഞ അതിന്റെ നടപടികൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ മഷിക്ക് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാലും നടപടികൾ തുടങ്ങിയതാണല്ലോ. അല്ല, പക്ഷെ ഈ പാസ്പോർട്ട് തിരിച്ചു കിട്ടിയാൽ വോട്ട് തിരിച്ചു കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? രാജഗോപാൽ അങ്ങനെ തോന്നുന്നുണ്ടോ? അറിയില്ല. പക്ഷേ എന്റെ ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ അനിശ്ചിതാവസ്ഥ എന്ന് എന്നെ ഹിയറിങ്ങിന് വിളിക്കുമോ എന്ന് പോലും തീർച്ചയില്ല. കാര്യം ചിലരുടെയൊക്കെ കാര്യങ്ങൾ ഈ ട്രൈബ്യൂണലിലെ കാര്യം വളരെ നല്ല ജഡ്ജസ് ആണ് ഈ ട്രൈബ്യൂണൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ചിലര് അവരുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് അവർ നമ്മുടെ പരാതി വായിച്ച ശേഷം അപ്പൊ തന്നെ ഓൺ ദി സ്പോട്ട് തീരുമാനം എടുക്കുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. ചിലരെ വിളിപ്പിക്കാറുണ്ട്. വിളിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ കേസ് അവരെ വിശ്വസിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്, ഉള്ള രേഖകൾ കൊണ്ട് തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അവരുടെ തീരുമാനമാണ് അത്. ഏറ്റവും അനിശ്ചിതാവസ്ഥ എന്ന് വിളിക്കുന്നുള്ള കാര്യം അതൊരു ലോട്ടറി ടിക്കറ്റ് വേണം. ചിലപ്പോൾ നാളെ വിളിപ്പിക്കാം, ചിലപ്പോ അറിയില്ല 2 വർഷം കഴിഞ്ഞ്. അപ്പൊ ഇതിന്റെ പ്രധാന പ്രശ്നം ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഒരിടത്തും പോകാനായിട്ട് ഒരു മനസ്സിലൊരു കാര്യം ഞാൻ ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരത്തോട്ട് യാത്ര ചെയ്യുമ്പോഴെന്നെ വിളിപ്പിക്കുകയാണെങ്കിൽ എന്നെങ്കിൽ പിന്നെ തിരിച്ചു വരണ്ടേ, അങ്ങനെ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് പറ്റില്ല. പിന്നെ പലരും എന്നോട് പറയുന്നത് നീ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കുന്നു, ഞാൻ പണ്ട് വോട്ട് ചെയ്യാറില്ല എന്നുള്ള സത്യം. ഇടയ്ക്ക് പണ്ട് നമുക്ക് ഈ മിഥ്യാധാരണകളൊക്കെ ഉണ്ടല്ലോ ജേർണലിസം വരും, അതായത് ന്യൂട്രൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും പാർട്ടിയെ സപ്പോർട്ടല്ലേ ചെയ്യുന്നത്, അന്ന് ഈ നോട്ടൊന്നും ഇല്ലല്ലോ, അപ്പൊ അത് പാടില്ല എന്നൊക്കെ ഉള്ള. പക്ഷേ 2014 ശേഷം ആ മിഥ്യാധാരണയൊക്കെ മാറി ഞാൻ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മൾ വോട്ട് ചെയ്യണോ ഇല്ലെന്നുള്ള നമ്മുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞത് നമ്മുടെ വോട്ടർമാരെ എടുത്ത് കളയാനുള്ള അധികാരമുണ്ട്. അതൊരു വേറെ തലത്തിലോട്ട് പോകുമല്ലേ. എന്തായാലും പശ്ചിമ ബംഗാളിലെ ഈ SIR പ്രക്രിയയിൽ പ്രത്യേകിച്ച് താങ്കൾ പെട്ടിട്ടുള്ള ഈ സവിശേഷമായിട്ടുള്ള കാറ്റഗറി, അതായത് ഈ ഡിസ്പ്യൂട്ടിൽ വന്നിട്ടുള്ള കാറ്റഗറി, അതിൽ ഈ 27 ലക്ഷം ആൾക്കാർ ഈ കാറ്റഗറിയിലുണ്ട്. പക്ഷെ അതിൽ തീരുമാനമായത് ഏതാണ്ട് 5000-ൽ താഴെ ആൾക്കാരുടെ മാത്രമേ തീരുമാനമായിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതിനും വ്യക്തമായ തെളിവില്ല വെങ്കടേഷ്. അത് തന്നെ ഇത്രയും ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം. അവര് നമ്മൾ ഈ ഗുജറാത്തിലെ ഡാഷ്ബോർഡൊക്കെ വളരെ പ്രകൃതിച്ച് പറയാനുള്ളൂ. ഇതല്ലേ ശരിക്കും ഡാഷ്ബോർഡ് വേണ്ടത്. ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും എത്ര ക്ലിയർ ചെയ്തു, അപ്പൊ നമുക്കൊരു അല്ലെങ്കിൽ ഏത് റീജിയനാണ് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പൊ നോർത്ത് ബംഗാൾ ആദ്യം കഴിയുന്നു, സൗത്ത് ബംഗാളാണ് ഈ അറ്റമാണ്, അപ്പൊ താമസിക്കും. നമുക്കപ്പോ എവിടെയെങ്കിലും പോകണമെങ്കിലോ നമ്മുടെ മറ്റു കാര്യങ്ങളും ഇത് രാവിലെ വേണിട്ട് ഇതിന്റെ മുമ്പ് കുത്തിയിരിക്കുക, പെൻഡിങ് കൂടെ അങ്ങ് അടിച്ചു നോക്കുക, രാത്രി ഉറങ്ങുമ്പോൾ അതെന്റെ ശീലമായി കഴിഞ്ഞപ്പോ. അപ്പം ഈ ഡാഷ്ബോർഡും ഇത്ര വലിയ ഡിജിറ്റലൊക്കെ പറയുന്നത് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് ഇവിടെയല്ലേ. ഇത് എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കംപ്ലീറ്റ്ലി ഒപ്പേക്ക്, ആർക്കും അറിയില്ല എന്താണ് അതിനകത്ത് സംഭവിക്കുന്നുള്ള കാര്യം. ഈ ട്രൈബ്യൂണൽസിനകത്ത് നമുക്കറിയില്ല എന്താണ് അവരുടെ ഇത്. എന്തായാലും ഈ അതുപോലെ പറഞ്ഞത് ലോട്ടറി പോലെ തന്നെ ഒരു സിറ്റുവേഷനായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ പൗരത്വം ഒരു ലോട്ടറിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മുടെ വോട്ടവകാശം ലോട്ടറിയായി മാറുന്ന സാഹചര്യമായിരിക്കുന്നു, പാസ്പോർട്ട് ലോട്ടറിയായി മാറുന്ന സാഹചര്യമായിരിക്കുന്നു. എന്തായാലും രാജഗോപാലിന്റെ വ്യക്തിപരമായ കേസിൽ പാസ്പോർട്ടിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ആശ്വാസത്തിന്റെ സൂചന നമ്മൾ കാണുന്നുണ്ട്. ആ ആശ്വാസത്തിന്റെ സൂചന അത് മറ്റുള്ള വോട്ടർക്കും കൂടെ ബാധകമാവുന്ന വിധത്തിൽ പൗരത്വത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും രാജഗോപാലിന്റെ ഭാവങ്ങൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക എന്നതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനം, അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അടുത്ത കാലത്തായിട്ട് ഈ മാധ്യമങ്ങൾക്കൊന്നും ജേർണലിസത്തിനൊന്നും റെലവൻസ് ഇല്ലാന്ന്. ഇപ്പൊ എന്റെ ഒരു വളരെ ചെറിയ എക്സാമ്പിൾ, എന്നാലും ഇതൊരു നല്ലൊരു ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അറിഞ്ഞതും ഇടപെട്ടതും. അതെല്ലാം ഇമ്പാക്ട് ഉണ്ട്. ശ്രീ പിണറായി വിജയനും അവരെല്ലാം ഇതിനെ ഇന്റർവ്യൂ ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മെയിൻ സ്ട്രീം മീഡിയക്കാട്ടി സോഷ്യൽ മീഡിയയിൽ തന്നെ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒന്ന്, ചെറുപ്പക്കാരിലെ ജേർണലിസ്റ്റുകള് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ നമ്മൾ ഡെസ്പോണ്ടന്റ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. നല്ല ജേർണലിസം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആരെങ്കിലും നോട്ടീസ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയുന്നത് ഐഡത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത്, അത് വേണം പിന്നീട് രാജ്യം മുഴുവൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ നല്ല ജേർണലിസം ചെയ്യുക. അത് നമ്മുടെ ക്ലിക്ക് ബേറ്റ് വ്യൂസ് ആണ് നമ്മുടെ നയിക്കുന്നത്, അങ്ങനെയല്ല. നല്ലത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ കാണും എന്നുള്ളത്. 2, ദർ ഇസ് എ ഡെഫിനിറ്റ് ഷിഫ്റ്റ്, അതായത് മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് ഇൻഫ്ലുവൻസിന്റെ കാര്യത്തിൽ, ഇമ്പാക്ടിന്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഉള്ള ഷിഫ്റ്റ് വളരെ പ്രകടമാണ്. അപ്പൊ വ്യൂവർഷിപ്പിൽ മാത്രമല്ല അതിന്റെ ഇമ്പാക്റ്റിലും ആ ഷിഫ്റ്റ് വരുന്നു. അപ്പൊ ഇതിൽ നിന്ന് മെയിൻ സ്ട്രീം മീഡിയ പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ നല്ലത്, ഇല്ലെങ്കിൽ അത് അവർക്ക് തന്നെ ദോഷമാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ഒരു തരത്തിൽ ഒരു സെൻസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മള്
കാര്യങ്ങളെ നേരിട്ട് അഡ്രസ് ചെയ്യുന്ന തരത്തിലൊരു ജേർണലിസത്തിന് പ്രസക്തി ഉണ്ട് എന്ന് രാജഗോപാലിന്റെ ഈ അനുഭവം അതിന്റെ കവറേജ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ പ്രതീക്ഷയുമായിട്ടാണ് നമ്മൾ തൽക്കാലം നിർത്തുന്നത്. താങ്ക് യു രാജഗോപാൽ ഫോർ ഗിവിംഗ് us this time and giving the clarification. എന്തായാലും പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടട്ടെ, ഒപ്പം വോട്ടും തിരിച്ചു കിട്ടട്ടെ, ഞങ്ങളുടെ എല്ലാ ഭാവങ്ങളും. താങ്ക് യു.